തങ്ങളോട്, എടാ ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് നന്നാകാ കഴിയുന്നില്ലെങ്കിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് നോക്കടാ. ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ? അപ്പോഴറിയാമടാ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറെന്ന് പറഞ്ഞാല് കളിക്കേണ്ട സ്ഥലമല്ല, ചിരിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാ പടച്ചവനെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ. ഏത് ഉസ്മാൻ തങ്ങള് മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ അതാ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബികള് ആ കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർ, ആ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്ത് നോമ്പുകാരനായി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പുറകിലൂടെ കടാതെ എവിടെന്ന് കുത്തിയിറക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരം മുഴുവനും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയാണ്. അല്ലാഹുവേ, കയ്യിലിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് അതാ തന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തമങ്ങ് വീഴുകയാ. ഖുർആനിന്റെ മുകളിൽ വീഴുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെന്ന് കൈകൊണ്ട് തുടയ്ക്കുകയാണ്. അവിടെന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ നരകം പറയുമ്പോ കരയാറില്ല, പരലോകം പറയുമ്പോ കരയാറില്ല, നരകത്തിന്റെ ശിക്ഷ പറയുമ്പോ കരയാറില്ല, മരണത്തെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ, ഖബർ കണ്ടു കഴിഞ്ഞാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാൽ ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ്? നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസ്സറയെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്താ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കണ്ടാ കരയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഇവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ, ഈ കുഴിക്കകത്ത് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുകയാ. അവിടെ നീ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാ. ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. വല്ലപ്പോഴും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഈ കുഴിയൊന്ന് നോക്കടാ മോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ മോനെ, മയ്യത്തിങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കുന്ന രംഗമൊന്നോർത്ത് നോക്കടാ. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു കുഴി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ തന്നെ പേടിക്കണമടാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന,
റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് വയത് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, നീ പേടിക്കണമടാ. ഖബറ് കണ്ടാ കരയണ്, ഖബറ് കണ്ടാ കരയണ് എന്നവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ, ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചോ. ഖബറ് കളിക്കണ്ട സ്ഥലമല്ല. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. സിറാജ് ജീവിച്ചപ്പോ മാതാപിതാക്കളുണ്ട്, എന്റെ കൂടപ്പറപ്പുകളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എല്ലാവരും എനിക്കുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ സിറാജ് ഒറ്റയ്ക്കല്ല. അല്ലാഹു എന്നെ നരകത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലാഹു എന്നെ സ്വർഗത്തിലിട്ടാലും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അതെവിടെന്നറിയുവോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാ. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖബറിനെ കുറിച്ച് ചിന്തിക്കൂ. അഹങ്കാരം കാണിക്കുന്നവരോട്, നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട്, അല്ലാഹുവിനെ നടക്കുന്ന നിന്റെ ഭർത്താവിനോട് അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ പെണ്ണ്. പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. നീ എന്താണ് അങ്ങനെയാകാത്തത്? പണ്ടുള്ളവരങ്ങനായിരുന്നല്ലോ. നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിനോട്, സെക്സ് വീഡിയോ കാണുന്ന ഭർത്താവിനോട്, ആവശ്യമില്ലാതെ ചെയ്യുന്ന ഭർത്താവിനോട് മരണത്തെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിനെ കുറിച്ച് പറയുമായിരുന്നു, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ. കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖബറ് പറഞ്ഞാ കരയാറില്ല, ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയാറില്ല. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മ, നിനക്കെങ്ങനെയാണ് നിന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയാ കഴിയുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഫാത്തിമയുടെ ചരിത്രം എടുത്തു വായിക്കണമുമ്മ. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോകുകയാ. യഥാ ലക്ഷങ്ങളെ ചെലവഴിച്ച് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ പാതിരാത്രിയിൽ പേക്കൂത്ത് കാണിക്കുന്ന, അല്ലാഹുവേ ഈ ഉമ്മത്തിന് പോലും പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിൽ ആർഭാടങ്ങൾ നടത്തുന്ന, അനാചാരങ്ങൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവായ അലിയാരിതങ്ങള് അതാ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും മണിയറക്കകത്ത് കടന്നു. അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുകയാ. എത്ര വലിയ ഭാഗ്യമാണ്. അലിയാരിതങ്ങൾ കരച്ചല് കേൾക്കുകയാ. പുതിയ പെണ്ണിരുന്ന് കരയുകയാ, മണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാരിതങ്ങൾ അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി അലിയാര് തങ്ങളുടെ വായിലങ്ങ് കൈവച്ച് എന്നിട്ട് ചോദിക്കുന്നു, അലിയേ നിങ്ങൾ
നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അലിയാര് തങ്ങളോട് പുതുമണവാട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, അലിയേ